അതെ, അത് തന്നെയാണ്. കാരണം ഇപ്പോ ഈ വ്യക്തിപരമായ കാര്യങ്ങളൊന്നും ഇല്ലാതെ പ്രസിദ്ധീകരിക്കണമെന്ന് വിവരാവകാശ കമ്മീഷനും പറഞ്ഞു. സർക്കാരും അങ്ങനെ അത് നോക്കിയിരിക്കുകയായിരുന്നു. അവരും അത് പറഞ്ഞു. അതിനുശേഷവും ഇങ്ങനെ ഒരു സ്റ്റേക്ക് പോകുന്നെങ്കിൽ അതിന്റെ പിറകിൽ എന്തോ ഭയങ്കരമായിട്ട് ഭയക്കുന്ന ഒരു വിഭാഗമുണ്ട്. എനിക്ക് പറയാനുള്ളത് ഈ മലയാള സിനിമയിൽ ചിലരുടെ അപ്രമാദിത്യം നിലനിൽക്കട്ടെ എന്ന് നമ്മുടെ സർക്കാരും കോടതിയും പോലും ചിന്തിച്ചാൽ പിന്നെ സാധാരണ ചലച്ചിത്ര പ്രവർത്തകർ അത് അനുഭവിക്കുക നിവൃത്തിയുള്ളൂ. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. കേട്ടോ? ഓക്കെ. ശ്രീ വിനയൻ, ചോദ്യം കൂടി ചോദിച്ചോട്ടെ. അതായത് നമ്മുടെ ഈ ഹർജിക്കാരൻ കോടതിയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഈ റിപ്പോർട്ട് ആവശ്യപ്പെട്ടവരാരും തന്നെ മൊഴി നൽകിയവരല്ല, മറിച്ച് ഒരു സെലിബ്രിറ്റി ലെവൽ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ ആഗ്രഹിക്കുന്ന ആളുകളാണ് ഈ റിപ്പോർട്ട് ആവശ്യപ്പെടുന്നത് എന്നുള്ള ഒരു ഗുരുതര കാര്യം കൂടി പറയുന്നുണ്ട്. റിപ്പോർട്ട് ആവശ്യപ്പെട്ട് എനിക്ക് തോന്നുന്നു കൂടുതലും മീഡിയാസ് ആണ്. ഇപ്പം മൊഴി നൽകിയ ഞാനൊക്കെ മൊഴി നൽകിയതാണ്. ഇപ്പം ഞാൻ റിപ്പോർട്ടൊന്നും ചോദിച്ചിട്ടില്ല. എനിക്ക് എന്നെ 3 പ്രാവശ്യം ഹേമ കമ്മിറ്റി എന്നെ വിലക്കിയതും അത്തരം കാര്യങ്ങളെ പറ്റി സുപ്രീം കോടതി വിധിയുടെ പകർപ്പ്, കോമ്പറ്റീഷൻ കമ്മീഷന്റെ ഒരു റിപ്പോർട്ടിന് അതൊക്കെ എന്നോട് ചോദിച്ചിരുന്നു. ഞാൻ റിപ്പോർട്ടൊന്നും വേണമെന്നൊന്നും പറഞ്ഞില്ല. ഞാൻ ഇപ്പൊ റിപ്പോർട്ട് ആവശ്യപ്പെടുന്നത് കേരളത്തിലെ മാധ്യമങ്ങളല്ലേ. അത് ഒരു പ്രധാനപ്പെട്ട കാര്യമല്ലേ. അല്ല സർ, ഇത് മാധ്യമങ്ങൾ മാത്രമല്ലല്ലോ, നമ്മളിപ്പോൾ സാധാരണക്കാർ പോലും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ലേ? പിന്നെ തീർച്ചയായിട്ടും. അല്ല, സാധാരണക്കാർ ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് പറയുന്നത് മാധ്യമങ്ങളാണല്ലോ സാധാരണക്കാരോട് എത്തിക്കുന്നത്. അപ്പൊ അത് ആവശ്യപ്പെട്ടതിന് എന്താണ് തെറ്റ്? അതൊക്കെ ചുമ്മാ തൊടുന്ന. ഞാൻ പറഞ്ഞില്ല, ആരൊക്കെയോ ഭയക്കുന്നു. അതായിരിക്കും ഇതിന്റെ കാരണം. പിന്നെ അങ്ങനെ ഒരു നമ്മൾ ഇത് നിയമസഭക്കാരന്റെ റിപ്പോർട്ടാണ്. അങ്ങനെ ഒരു റിപ്പോർട്ട് സ്റ്റേ ചെയ്യണമെന്നൊരു വിധി, അതാണ് എന്നെ ഞെട്ടിച്ചിരിക്കുന്നത് ഏറ്റവും കൂടുതൽ. കോടതിയിൽ നിന്ന് വന്നു എന്നുള്ളിടത്താണ് എന്റെ ഞെട്ടല്ലേ. അത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.